ഇനി നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പയ്യന്നൂർ മണ്ഡലം. CPM വിമതനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കൊണ്ട് മാത്രം ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. പക്ഷെ വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ LDFന് 2011 59.8% നിന്ന് 62.8% വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. UDFനാണെങ്കിൽ 35.2 നിന്ന് 29.4% കുറയുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ LDFന് ആശങ്കയുടെ ഒരു കാര്യവും ഇല്ല എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് LDF അവിടെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ 2-3% വോട്ട് കുറഞ്ഞാൽ പോലും LDF അവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അടുത്തത് കല്യാശ്ശേരി മണ്ഡലമാണ്. 60% വോട്ട് സ്ഥിരമായി LDF നിലനിർത്തുന്ന ഒരു മണ്ഡലമാണ്. അവിടെ മറ്റ് ചർച്ചകൾക്കൊന്നും സാധ്യതയില്ല. അടുത്ത വർഷം ഇത്തവണയും 60% വോട്ടുകൾ നേടുകയും ആ മണ്ഡലം വലിയ ഭൂരിപക്ഷത്തിൽ നിലനിർത്തുകയും ചെയ്യും. അടുത്തത് തളിപ്പറമ്പ് മണ്ഡലമാണ്. CPM വിമത സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായത് കാരണം ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ്. കഴിഞ്ഞ തവണ 22,000 വോട്ടുകൾക്ക് CPM ജയിച്ച മണ്ഡലമാണിത്. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഒരാൾ തന്നെ വിമതനായി രംഗത്ത് വന്നതോടുകൂടെ ചിത്രത്തിൽ അല്പം മാറ്റം വന്നിട്ടുണ്ട്. ഈ സംഘടനാപരമായ പ്രശ്നം പരിഹരിക്കുന്നതിന് സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രവർത്തനം തളിപ്പറമ്പിൽ നടന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവിടെ ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് അവിടെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളുടെ ന്യൂനപക്ഷ ഏകീകരണം അവിടെ നടന്നിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇന്നലെ വരെ കോൺഗ്രസിനെ ചീത്ത പറഞ്ഞ ഒരാൾ ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതിൽ കോൺഗ്രസ്സുകാർക്ക് അതിശക്തമായ വിയോജിപ്പുണ്ട്. ഇത് കോൺഗ്രസിലെ ചില വോട്ടുകൾ ചോർത്തിക്കളയാനും സാധ്യതയുണ്ട്. ഇങ്ങനെ പരിശോധിക്കും ഒരു പക്ഷേ ഒരു 4-5% വരെ വോട്ടുകൾ CPMൽ നിന്ന് കുറഞ്ഞാൽ പോലും ഒരു 3,000-4,000 വോട്ടുകൾക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കയറാനാണ് സാധ്യത. അടുത്തത് ഇരിക്കൂർ മണ്ഡലമാണ്. UDF കൃത്യമായി 50%-ലധികം വോട്ടുകൾ 2011, 2016, 2021 തെരഞ്ഞെടുപ്പുകളിൽ അവിടെ നേടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ UDFന് ഭയപ്പെടേണ്ടതായ യാതൊരു സാഹചര്യവുമില്ല. മികച്ച ഭൂരിപക്ഷത്തിൽ ഇരിക്കൂർ മണ്ഡലം UDF നിലനിർത്തും. അടുത്തത് അഴീക്കോട് മണ്ഡലമാണ്. കഴിഞ്ഞ തവണ അതിശക്തമായ മത്സരത്തിലൂടെ LDF UDFൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണിത്. ഇത്തവണയും അവിടെ അതിശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. MLA എന്ന നിലയിൽ LDF സ്ഥാനാർത്ഥിക്കുള്ള മികവ്, സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇവയൊക്കെ LDFന്റെ വോട്ടുകളെ സ്വാധീനിക്കും. മതപരമായ ന്യൂനപക്ഷ ഏകീകരണം നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നടക്കുകയാണെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഏതാണ്ട് ഒരു 2% വോട്ടുകൾക്ക് അവിടെ വിജയിച്ചു കയറാനാണ് സാധ്യത. ലോക്സഭാ നമ്പർ 11 കണ്ണൂരാണ്. കണ്ണൂർ അതിശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികൾ, LDFന്റെ സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി, ഒപ്പം തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ UDFന്റെ അതിശക്തനായ പ്രചാരകനായിരുന്ന ആളാണ് ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും തമ്മിൽ നല്ല മത്സരമാണ് അവിടെ നടക്കുന്നത്. കോൺഗ്രസിനകത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. K. സുധാകരൻ ഉദ്ദേശിച്ച ആൾക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹം പരിഭവത്തിലാണ്. കഴിഞ്ഞ തവണ വരെ കോൺഗ്രസ്സുകാരനായ ഒരാൾ BJP സ്ഥാനാർത്ഥിയായത് കാരണം കോൺഗ്രസിൽ നിന്ന് ധാരാളം വോട്ടുകൾ ചോരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രി എന്ന നിലയിൽ LDF സ്ഥാനാർത്ഥിക്കുള്ള മികവ്, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നേരിയ മേൽക്കൈ കടന്നപ്പള്ളി രാമചന്ദ്രന് ഉണ്ട്. എന്നാലും പ്രവചനാതീതമായ ഒരു മണ്ഡലം എന്ന നിലയിൽ കണ്ണൂരിനെ വിലയിരുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഫലം നമ്മളുടെ പ്രഖ്യാപനത്തിൽ നിൽക്കുന്നതല്ല. അതിൽ 4-ാം തീയതി മാത്രമാണ് അറിയാൻ കഴിയുക. നിയമസഭാ മണ്ഡലം 12 ധർമ്മടമാണ് അടുത്തത്. LDFന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും 50%-ലധികം വോട്ടുകൾ ലഭിച്ച മണ്ഡലമാണിത്. മാത്രമല്ല മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. ഒരു കാരണവശാലും ഒരു ഭയാശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളുള്ളത്. 25-30% വോട്ടുകൾക്ക് ശ്രീ പിണറായി വിജയൻ അവിടെ വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അടുത്തത് 13ാമത്തെ മണ്ഡലമായ തലശ്ശേരിയാണ്. ഇടതുപക്ഷത്തിന്റെ ഉരുക്ക് കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന മണ്ഡലമാണിത്. ഇടതുപക്ഷത്തിന് 61% വോട്ടുകളുള്ള സമയത്ത് കോൺഗ്രസിന് അവിടെ 33.8% വോട്ടുകൾ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് ഒരു 30% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ
ഇടതുപക്ഷം അവിടെ ജയിച്ചു കയറും. മറ്റ് വിശകലനങ്ങൾക്കൊന്നും സാധ്യതയില്ല. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ചെറിയ തോതിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. എന്നാലും ഒരു 30% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ഒരു തർക്കവും അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അടുത്തത് 14ാം നമ്പറായിട്ട് കൂത്തുപറമ്പ് മണ്ഡലമാണ്. LDFന് വളരെ മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണിത്. 42% ഉണ്ടായിരുന്ന വോട്ട് 45% എത്തിക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം UDFന്റെ വോട്ട് 39% നിൽക്കുകയാണ്. മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് വളരെ കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കൂത്തുപറമ്പ്. ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സ്വാഭാവികമായിട്ട് ഗുണം ചെയ്യുന്നത് BJPക്കായിരിക്കും. കോൺഗ്രസിൽ നിന്നുള്ള നിരവധി ഹിന്ദു വോട്ടുകൾ ഇത്തവണ അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പരിഗണിക്കുമ്പോൾ LDF ഏതാണ്ട് 45% വോട്ടുകൾ നേടി വിജയം നേടും എന്നാണ് പറയാനുള്ളത്. ഇതൊരു സെപ്റ്റംബർ 15 മട്ടന്നൂരാണ്. 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ മണ്ഡലമാണ് മട്ടന്നൂർ. ഇത്തവണയും അവിടെ ഒരു മാറ്റത്തിനും സാധ്യതയില്ല. 50,000-ലധികം വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി അവിടെ വിജയിക്കും. കണ്ണൂർ ജില്ലയിലെ അവസാനത്തെ മണ്ഡലം എന്ന് പറയുന്നത് പേരാവൂരാണ്. അവിടെ നമ്മുടെ ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമാണത്. ഒരു ഭാഗത്ത് LDFന് വേണ്ടി ശൈലജ ടീച്ചറും UDFന് വേണ്ടി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രംഗത്തിറങ്ങുമ്പോൾ അതിശക്തമായ മത്സരമാണ് അവിടെ നടക്കുന്നത്. ഇരു കൂട്ടർക്കും വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു നേരിയ മുൻതൂക്കം ടീച്ചർക്കാണെങ്കിൽ പോലും പ്രവചനാതീതം എന്ന ഗണത്തിൽ ആ മണ്ഡലത്തെ പെടുത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ടീച്ചർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, മികവുകളുണ്ട് അവിടെ. മന്ത്രി എന്ന നിലയിൽ ടീച്ചർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒരു സംഘാടക എന്ന നിലയിൽ ടീച്ചറുടെ സേവനങ്ങൾ, അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. K സുധാകരൻ നേരിട്ട് അദ്ദേഹത്തിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ സണ്ണി ജോസഫിന് ഒരു തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുമ്പോൾ ടീച്ചർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് ഒരു നേരിയ മേൽക്കൈ ടീച്ചർക്കുണ്ട്. പക്ഷെ അതിശക്തമായ മത്സരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പ്രവചനാതീതം എന്ന ഗണത്തിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ പരിഗണിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ LDFന് കുറച്ച് സീറ്റായിട്ട് 8 UDFന് 1 2 സീറ്റുകൾ പ്രവചനാതീതമാണ്. ഇതാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ പ്രവചനം.